രംഗത്ത് സ്വാഭാവികമായും ചില മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും. ജനാധിപത്യത്തിന്റെ കീഴിൽ, മതേതത്വത്തിന് കീഴിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്തുള്ള നിയമമാവില്ല ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്തുണ്ടാവുക. ലോകത്ത് ഹിന്ദു രാഷ്ട്രമുണ്ട്, നേപ്പാൾ ഹിന്ദു രാഷ്ട്രമാണ്, സൗദി അറേബ്യ ഇസ്ലാമിക രാഷ്ട്രമാണ്. ഹിന്ദു രാജ്യത്തൊരു മനുഷ്യൻ ആ ഹിന്ദു രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ ആ ഗവൺമെന്റ് നിയമത്തിൽ ഉണ്ടാകും. തങ്ങളുടെ പൗരന്റെ, തങ്ങളുടെ രാജ്യത്തെ ഓരോരുത്തരുടെയും അവകാശം സംരക്ഷിക്കാൻ, കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ, അവന്റെ ശരീരം സംരക്ഷിക്കാൻ, അവന്റെ ആദർശം സംരക്ഷിക്കാൻ സ്വാഭാവികമായും ആ രാജ്യം നിയമങ്ങൾ വെക്കും. ഇസ്ലാമികമായ രാജ്യം, മതത്തിലധിഷ്ഠിതമായി ഉണ്ടായി വന്ന രാജ്യം, ആ രാജ്യത്തെ പൗരന്മാർ, ആ രാജ്യത്തെ പ്രജകൾ പുറത്തേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ സ്വാഭാവികമായും പഠിപ്പിക്കും. ഇനി ഇന്ത്യ രാജ്യത്തു നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അയാൾക്ക് ഇന്ത്യ രാജ്യം നൽകുന്ന ചില മുന്നറിയിപ്പുണ്ടാകും. എല്ലാ നാട്ടിലേക്കും പോകുമ്പോൾ ഒരുപോലെയല്ല മുന്നറിയിപ്പുണ്ടാവുക. താൻ ഏത് നാട്ടിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത് ആ നാട്ടിന്റെ സ്വഭാവം അനുസരിച്ച് ഇന്ത്യ രാജ്യം അയാൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും. ഇന്ന രാജ്യത്തേക്ക് പോകുന്നത് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന വസ്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ല. സൗദി അറേബ്യക്ക് പോകുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നമ്മോട് പറയുന്ന അടിസ്ഥാന നിയമമാണ്, സൗദി അറേബ്യക്ക് പോകുന്നുവെങ്കിൽ മയക്കുമരുന്നുമായി പോകരുത്. കാരണം മയക്കുമരുന്നുമായി പോയാൽ തലവെട്ടും, അവിടെ വധശിക്ഷയാണ് അതിനുള്ള ശിക്ഷാരീതി. അതുകൊണ്ട് ആ രാജ്യത്തേക്ക് പോകുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. സമാനമായി ഓരോ രാജ്യത്തേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും. ഓരോ രാജ്യത്തേക്ക് വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എല്ലാ രാജ്യത്തും ഉണ്ടാകും. ആ കൂട്ടത്തിൽ മതത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്ത് ജീവിക്കുന്ന അവിടുത്തെ ഒരു മുസ്ലിം പൗരൻ, ഒരു മുസ്ലിം പ്രജ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തെ സ്വഭാവവും സംസ്കാരവും നോക്കി ചില നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടാകും. ആ നിയമത്തെ എടുത്തുകൊണ്ടുവന്ന് ആ മുസ്ലിം രാജ്യത്തേക്ക് യാത്ര പോകാൻ പോലും പാടില്ല, ടൂർ പോകാൻ പോലും പാടില്ല, ചികിത്സാവശ്യാർത്ഥം പോലും പോയിക്കൂടാ എന്ന് പറയുന്നുവെങ്കിൽ സഹോദര, ഇസ്ലാം ഒരിക്കലും ആ രീതി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അതൊന്നുമല്ല സഹോദരങ്ങളെ സലഫിയത്ത്, അതൊന്നുമല്ല അഹ്ലുസുന്ന വൽ ജമാഅ, അതൊന്നുമല്ല ഇസ്ലാമിന്റെ തനതായ ആദർശം. നേരെ മറിച്ച് ഓരോ വാക്കുകൾക്കും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ ഒരു വചനത്തെ മാത്രം എടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചാൽ, സന്ദർഭം സാഹചര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. തീർച്ചയാണ്. ചരിത്രങ്ങളിൽ കാണാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകൻ ഒരു വിവാഹം കഴിച്ചു. ആ സ്ത്രീ അതീവ സുന്ദരിയായിരുന്നു. പിതാവിന് ആശങ്ക തോന്നി, ഈ സുന്ദരിയായ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോൾ തൻ്റെ മകന്റെ മതബോധത്തിൽ കുറവ് വരാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട്. ഈ ഭാര്യയോടുള്ള അമിതമായ സ്നേഹം വന്ന് ഒരു പക്ഷെ ദീനീ വിഷയങ്ങൾ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അവസാനം അദ്ദേഹം കൽപ്പിച്ചു, നീ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലുക. ഈ മകന് അത് ആലോചിക്കാൻ പോലും വയ്യ. വിഷയം പ്രവാചകന് മുന്നിലെത്തി. പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, പിതാവിനനുസരിച്ചു കൊള്ളുക, നീ ആ ഭാര്യയെ ഒഴിവാക്കുക. ഈ വിഷയം ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഈ കാലഘട്ടത്തിലെ മുഹദ്ദിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുള്ളയോട് ചോദ്യം വന്നു. ഇത് തെളിവാക്കിയിട്ട് ഏതൊരു വാപ്പയും സ്വന്തം മകനോട് ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞാൽ അത് പ്രയാസകരമല്ലേ? അതുകൊണ്ട് അങ്ങനെ വാപ്പ പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതുണ്ടോ? ഷെയ്ഖ് അൽബാനി പറഞ്ഞ മറുപടി എന്താ? ഉമർ ഖത്താബിനെ പോലുള്ള വാപ്പയും അദ്ദേഹത്തിൻ്റെ മകനെപ്പോലുള്ള മകനുമാണെങ്കിൽ അതനുസരിക്കണമെന്നാണ്. വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. വാപ്പ ഉമർ ഖത്താബിനെ പോലുള്ള ആളാണ്, മകൻ അദ്ദേഹത്തിൻ്റെ മകനെപ്പോലുള്ള മകനുമാണ് എങ്കിൽ അപ്പന് സത്യമാണ്, അത് സ്വീകരിക്കണം. അതാണ് സാഹചര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത്. അഹ്ലുൽ ബിദ്അഉമായി, ബിദ്അത്തിന്റെ ആളുകളുമായി വേണ്ട ബന്ധങ്ങൾ എന്തൊക്കെയാണ്, മുറിക്കേണ്ട മേഖല എന്തൊക്കെയാണ് എന്ന് മുൻകാല ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണും. നമ്മൾ എന്തു ചെയ്യണം? ഈ നാട്ടിൽ ബിദ്അത്തിന്റെ ആളുകൾ ധാരാളമാണ്. അവരോട് ഈ രീതി സ്വീകരിക്കണോ അതോ അതിൽ മറ്റു വല്ല വ്യത്യാസവുമുണ്ടോ? പണ്ഡിതന്മാർ നൽകുന്ന പാഠങ്ങൾ, ആ കിതാബ് എഴുതിയ ആളുകൾ ജീവിച്ച കാലം, ആ ജീവിച്ച നാട്, അവിടുത്തെ ജനത, അവിടുത്തെ സംസ്കാരം, അത് ലോകത്ത് എവിടെ എപ്പോഴുണ്ടോ അവിടേക്ക് അത് ബാധകമാണ്. അതാണ് ഓരോ വാചകത്തെ ഓരോ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഇനി മലയാളത്തിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരും തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ രംഗത്ത് തലവനെ ഫ്ലക്സിൽ ഫോട്ടോ വെച്ചിട്ട് താഴെ കമന്റ് കൊടുക്കുമെന്താ? ഇവൻ പുലിയാണ് കേട്ടോ. ഇതെന്താ? പ്രശംസയാണ്. ഇത് പ്രശംസയാണ്. ഇത് വായിച്ച ഒരാള് ആ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെറിയ ബോർഡ് വെച്ചു, വീട്ടിൽ പുലിയുണ്ട് സൂക്ഷിക്കുക, വീട്ടിൽ പുലിയുണ്ട് സൂക്ഷിക്കുക എന്നൊരാൾ കൊണ്ടുപോയി ബോർഡ് എഴുതി വെച്ചാലോ അവനെതിരെ കേസെടുക്കും. അവൻ ചോദിക്കുക എന്താ പ്രശ്നം? അയാളെ ഫോട്ടോ വെച്ച്
പുലിയുടെ ഫോട്ടോയും കൊടുത്തിട്ടാണ് ഇവൻ പുലി എന്ന് എഴുതി വെച്ചത്. അതിന് ആക്ഷേപമില്ല. ഞാനൊരു ചെറിയ ബോർഡ് അവിടെ കൊണ്ടുപോയി വെച്ചു. എന്താ പ്രശ്നം? അത് പ്രശ്നമാണ്. ഒന്നാമത്തേത് പ്രശംസയാണെങ്കിൽ രണ്ടാമത്തേത് അപമാനിക്കലാണ്, ആക്ഷേപമാണ്. അതാണ് വലാഹ് ബറായിലും സംഭവിച്ചത്. പറഞ്ഞ വാചകങ്ങളെ പറഞ്ഞ സന്ദർഭത്തിൽ, പറഞ്ഞ സാഹചര്യങ്ങളിൽ, പറഞ്ഞ അളവിൽ മനസ്സിലാക്കേണ്ടതിനു പകരം തൻ്റെ സ്വന്തം വക വ്യാഖ്യാനം കൊടുത്ത് താൻ ഒരു മാനം അതിൽ കൽപ്പിച്ചുണ്ടാക്കി, ആ മാനത്തിൽ അതിനെ മനസ്സിലാക്കി അവിടെ തീർന്നില്ല. അത് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുത്ത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ച് ലോകത്തെല്ലാവർക്കും കൊടുക്കുമ്പോൾ അത് തന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയ പാതകമല്ല. ഒരു സമുദായത്തെ മുഴുവനും, മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും, സലഫി സമൂഹത്തെ മുഴുവനും, അഹ്ലുസുന്നയെ മുഴുവനും പ്രതിക്കൂട്ടിൽ കയറ്റാവുന്ന ഒരു വലിയ പാതകം തന്നെയാണ് ആ ചെയ്തിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് സഹോദര, വല എന്ത് ബറ എന്ത് കൃത്യമായി മനസ്സിലാക്കുക. ഇനി ആ രംഗത്ത് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട, പ്രചരിപ്പിക്കപ്പെട്ട, ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ ഇനിയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പല പ്രമാണങ്ങളുടെയും വസ്തുത അടുത്ത സംസാരത്തിൽ ഇൻഷാ അല്ലാഹ് ഷമീർ മദീനി അത് വിശദീകരിക്കും. അതുകൊണ്ട് ഈ വിഷയത്തെ കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മുജാഹിദ് പ്രസ്ഥാനം ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല. ഈ പദപ്രയോഗങ്ങൾ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചു നോക്കൂ. പരാമർശ വിധേയമായ ഏത് ആയത്തെടുത്താലും കൃത്യമായ വിശദീകരണം നമുക്കവിടെ ലഭിക്കും. അതേപോലെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യകാലം മുതൽ ഇന്ന് വരെയും ഇറക്കിയ ഏത് പ്രസിദ്ധീകരണത്തിനും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. കൃത്യമായ കാഴ്ചപ്പാട് അതിൽ നിന്ന് ലഭിക്കും. അല്ലാതെ തനിക്ക് മാത്രം കിട്ടിയ, മറ്റാരും കാണാത്ത, എവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു പുതിയ നയമാണെന്ന രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ള അവതരിപ്പിച്ചെങ്കിൽ അതിൻ്റെ മറവിൽ ബേജാറായിട്ട് ഈ സാങ്കേതിക ശബ്ദങ്ങളെ തള്ളിക്കളയേണ്ടതില്ല, സലഫിയത്തിനെ തള്ളിക്കളയേണ്ടതില്ല, ഇസ്ലാമിക ചിഹ്നങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടതില്ല. ഞാൻ സലഫിയല്ലോ എന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഞാനാണ് സലഫി, ഞാനാണ് അഹ്ലുസുന്നയുടെ ആദർശക്കാരൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ദീനിലുള്ളത് കൃത്യമായി സ്വീകരിക്കുന്ന കാലത്തോളം ഒരാശങ്കയും ആവശ്യമില്ല. അവനവന്റെ വക സ്വന്തമായി വല്ലതും കൂട്ടിച്ചേർക്കുകയോ സ്വന്തം എഡിറ്റിംഗ് നിർവഹിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകൾക്ക് ആശങ്കപ്പെടേണ്ടി വന്നേക്കാം. സലഫികളെ സംബന്ധിച്ച് അത്തരം ആശങ്ക ഇല്ല. അതേസമയം ഞങ്ങളും സലഫിയാണെന്ന് പറയുന്നവർക്ക് പക്ഷേ സാധിക്കണമെന്നില്ല. സലഫി മാർഗം കൃത്യമായി സ്വീകരിക്കാതെ, സലഫി മൻഹജ് കൃത്യമായി സ്വീകരിക്കാതെ കേവലമായ പേരിനവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇത്തരം ചില ആരോപണ പ്രത്യാരോപണമൊക്കെ വരുമ്പോൾ, വിവാദങ്ങൾ വരുമ്പോൾ ആശങ്കപ്പെട്ട് പിന്മാറേണ്ടി വന്നേക്കാം. ലോകത്തെ മുഴുവൻ സലഫി പണ്ഡിതന്മാരെയും, സലഫി സ്ഥാപനങ്ങളെയും, സലഫി ഗ്രന്ഥങ്ങളെയും, അഹ്ലുസുന്നയുടെ നേതാക്കളെയും തള്ളിക്കളഞ്ഞ് ഞങ്ങൾ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകമായ ടീമാണ് എന്ന് പറയേണ്ട ഗതികേട് സലഫികൾക്കുണ്ടാവില്ല. സലഫികൾക്ക് ലോകത്തെവിടെയും പറയാനുള്ളത് ഒരേ കാര്യമാണ്. അത് ഏതു രാജ്യത്താണെങ്കിലും ശരി. കാരണം എന്താ? സലഫികൾ ക്ഷണിക്കുന്നത് വ്യക്തികളിലേക്കല്ല, കൂട്ടങ്ങളിലേക്കല്ല, ആൾക്കൂട്ടങ്ങളിലേക്കല്ല, നേതാക്കന്മാരിലേക്കല്ല, പ്രമാണങ്ങളിലേക്കാണ്. ഖുർആനും സുന്നത്തും എന്ത് പഠിപ്പിച്ചുവോ അതാണ് അടിസ്ഥാനം. അതനുകൂലമായി ആരൊക്കെ പറയുന്നുവോ അതൊക്കെ സ്വീകരിക്കാം. അതിനെതിരായി ആര് പറഞ്ഞാലും ശരി സ്വീകാര്യവുമല്ല എന്ന നിലപാടിൽ നിൽക്കുന്ന കാലത്തോളം ആ രംഗത്ത് ഒരു ആശങ്കയ്ക്ക് പഴുതില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട്